ഹായ് എവ്രിവൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ തനി നാടൻ രീതിയിലൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് മൺചട്ടിയിൽ വെച്ച അതേ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നൊരു ബീഫ് കറിയാണ് നമ്മളിന്ന് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ഒരു 1/2 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ 2 മീഡിയം സൈസ് സവാള, 2 തക്കാളി, 1 ബുള്ളറ്റ് മുളക് ഇത്ര എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതായത് മിക്സിയുടെ ജാറിലാണ് ചതച്ചെടുത്ത് ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാല ഇത്രയാണ് പൊടികളായിട്ട് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും മുളക് പൊടിയും, അതേപോലെ 1.5ൽ കുറച്ച് താഴെയായിട്ട് ഇറച്ചി മസാല എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും വേണം. ഇപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവയും പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച സവാള ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. എനിക്ക് നല്ല രീതിയിൽ വഴന്ന് വരണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വഴന്ന് വന്നപ്പോൾ ഞാൻ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഒരുപാട് ഉടയേണ്ട ആവശ്യമില്ല, കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയ ശേഷം നമ്മളെടുത്ത് വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വേണം തീ വെക്കാൻ കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ചേർത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ ബീഫിലൊക്കെ പിടിക്കത്തക്ക വിധത്തിൽ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച ബുള്ളറ്റ് മുളക് ഈ സമയത്താണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ നമ്മളൊരു 1/4 ഭാഗം മുങ്ങിയില്ല എന്നുള്ള പരുവത്തിൽ വെള്ളം ചേർത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും ലോ ഫ്ലെയിമിൽ അരമണിക്കൂറും വേവിച്ചെടുക്കുക. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയി തുറന്നപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇപ്പോൾ അത്യാവശ്യം ഗ്രേവി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഞാനിത് മൺചട്ടിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഞാൻ ഈ സമയം കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു നുള്ള് ഗരം മസാല കൂടി ഈ സമയം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, തിളയൊക്കെ വന്നിട്ടുണ്ട്. തീ ഓഫാക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാൾ കുറച്ചുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. തണുക്കുമ്പോൾ ഒന്നുകൂടി തിക്കാവും കേട്ടോ, കുറുകും. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്കിതൊന്ന് പൊത്തി കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് കൂളായ ശേഷം തുറന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ബീഫ് കറി വന്നിട്ടുള്ളത്. ശരിക്കും നമ്മുടെ മൺചട്ടിയിൽ വിറകടുപ്പിൽ വെച്ച കറി പോലെ തന്നെയാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. വിറകടുപ്പിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. നമുക്ക് നെയ്ച്ചോറിൻ്റെ ഒപ്പരം ഒറോട്ടിയുടെ കൂടെയും ചപ്പാത്തി ആയാലും എന്തിൻ്റെ കൂടെയും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ബീഫ് കറി ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.